ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭീകരവാദ ബാധിത രാജ്യങ്ങളുടെ പട്ടികയിൽ പാകിസ്ഥാൻ 2ാം സ്ഥാനത്തെത്തിയത് എങ്ങനെ? 2024-ൽ 4ാം സ്ഥാനത്തായിരുന്ന പാകിസ്ഥാൻ 2025-ലെ ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ്, അതായത് ആഗോള ഭീകരവാദ സൂചികയിൽ 2ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. തെഹ്രീക് ഇ താലിബാൻ പാകിസ്ഥാൻ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഭീകര സംഘടനയാണെന്നും റിപ്പോർട്ട് വെളിപ്പെടുത്തി. ഇനി ചോദ്യം ഇതാണ്: ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭീകരവാദ ബാധിത രാജ്യമായി പാകിസ്ഥാൻ എങ്ങനെ മാറി? 2024-ൽ ഭീകരവാദവുമായി ബന്ധപ്പെട്ട മരണങ്ങളിൽ 45% കുത്തനെയുള്ള വർധനവിന് രാജ്യം സാക്ഷ്യം വഹിച്ചു. 2023-ൽ 748 ആയിരുന്നത് 2024-ൽ 1081 വർദ്ധിച്ചു. ലോകത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കുകളിൽ ഒന്നാണിത്. ഈ കുതിച്ചുചാട്ടം ആഗോള തീവ്രവാദ സൂചികയിൽ രാജ്യത്തെ 4ാം സ്ഥാനത്ത് നിന്ന് 2ാം സ്ഥാനത്തേക്ക് എത്തിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഭീകരാക്രമണങ്ങളുടെ എണ്ണവും ഇരട്ടിയിലധികമായി. 2023-ൽ 517 ആയിരുന്നത് 2024-ൽ 1099 സൂചിക ആരംഭിച്ചതിന് ശേഷം പാകിസ്ഥാനിൽ ആക്രമണങ്ങൾ 1000 കവിയുന്നത് ഇതാദ്യമായാണ്. ആവർത്തിക്കുന്ന ആക്രമണങ്ങൾ, മരണങ്ങൾ, പരുക്കുകൾ, രാജ്യത്തുണ്ടാക്കുന്ന മൊത്തത്തിലുള്ള ആഘാതം എന്നിവയുൾപ്പെടെ വിവിധ ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ആഗോള ഭീകരവാദ സൂചിക ഭീകരതയെ വിലയിരുത്തുന്നത്. ജിയോ ന്യൂസിന്റെ റിപ്പോർട്ട് പ്രകാരം പാകിസ്ഥാനിലെ ഖൈബർ പക്തൂൺഖ്വയിലെ ബെന്നു കന്റോൺമെന്റിൽ നടന്ന ആക്രമണം കൂടിയായതോടെ പട്ടികയിൽ പാകിസ്ഥാൻ മുന്നിലേക്ക് എത്തുകയായിരുന്നു. ഈ ആക്രമണത്തിൽ 16 ഭീകരന്മാരാണ് കൊല്ലപ്പെട്ടത്. 5 സൈനികർക്കും 13 സാധാരണക്കാർക്കും ജീവൻ നഷ്ടമായതായി ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസ് അറിയിച്ചു. അഫ്ഗാനിസ്ഥാനുമായി ബന്ധമുള്ള തെഹ്രീക് ഇ താലിബാൻ പാകിസ്ഥാൻ എന്ന സംഘടനയാണ് പാകിസ്ഥാനിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഭീകര സംഘടന. 2024-ൽ തെഹ്രീക് ഇ താലിബാൻ പാകിസ്ഥാൻ 482 ആക്രമണങ്ങൾ നടത്തിയെന്നും അതിൽ 585 പേർക്ക് ജീവൻ നഷ്ടമായെന്നുമാണ് റിപ്പോർട്ട്. 2023-നേക്കാൾ ഇരട്ടിയോളം വരും 2024-ലെ ഈ കണക്ക്. 2021-ൽ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം വർദ്ധിച്ച പ്രവർത്തന സ്വാതന്ത്ര്യവും അതിർത്തിക്കപ്പുറത്തേക്കുള്ള സുരക്ഷിത താവളങ്ങളിലേക്കുള്ള പ്രവേശനവും TTP മുതലെടുത്തു. 2024-ൽ TTP നടത്തിയ ആക്രമണങ്ങളുടെ എണ്ണം ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും ഉയർന്നതായിരുന്നു. കൂടാതെ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട മരണങ്ങൾ 2011 ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയിലുമെത്തി. പാകിസ്ഥാനിലെ ക്വറ്റ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ചാവേർ ബോംബ് ആക്രമണത്തിലൂടെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി 2024-ലെ ഏറ്റവും ഭീകരമായ ആക്രമണം നടത്തി. സൈനികരും സാധാരണക്കാരുമടക്കം 25 പേരെയെങ്കിലും അവർ കൊന്നൊടുക്കി. അതേസമയം താലിബാനെ വെല്ലുവിളിക്കാൻ ആദ്യം രൂപീകരിച്ച ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ പ്രൊവിൻസ് അഫ്ഗാനിസ്ഥാനപ്പുറം പാകിസ്ഥാൻ, ഇറാൻ, റഷ്യ, മധ്യേഷ്യ എന്നിവിടങ്ങളിലേക്ക് ഭീകരവാദം വ്യാപിപ്പിച്ചിരിക്കുന്നു. 2024-ൽ ഏറ്റവും മാരകമായ 2 ആക്രമണങ്ങൾക്ക് ഈ സംഘം ഉത്തരവാദികളായിരിക്കുന്നു. ഒന്ന് ഇറാനിലും മറ്റൊന്ന് റഷ്യയിലും. 2025-ലെ GTI റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു പ്രധാന പ്രവണത തീവ്രവാദ സംഘടനകളുടെ പ്രവർത്തനങ്ങളിൽ സാങ്കേതിക വിദ്യയുടെ, പ്രത്യേകിച്ച് AI-യുടെ വർദ്ധിച്ചു വരുന്ന ഉപയോഗമാണ്. ISK പോലുള്ള ഗ്രൂപ്പുകൾ അവരുടെ വികസനത്തിന് AI പ്രയോജനപ്പെടുത്തുന്നുവെന്നാണ് റിപ്പോർട്ട്. അത്യാധുനിക ഓൺലൈൻ മാഗസീനുകൾ മുതൽ വാർത്താ പ്രക്ഷേപണങ്ങൾ ഉൾപ്പെടെയുള്ള AI ജനറേറ്റഡ് വീഡിയോകൾ വരെ തീവ്രവാദ ഗ്രൂപ്പുകൾ സുരക്ഷിതമായി ഏകോപിപ്പിക്കുന്നതിന് എൻക്രിപ്റ്റ് ചെയ്ത സന്ദേശമയക്കൽ ആപ്പുകളും ഉപയോഗിക്കുന്നു. അങ്ങനെ നിരവധി. ഇനി ഇന്ത്യയുടെ സ്ഥാനത്തേക്ക്. ആഗോള ഭീകരവാദ സൂചിക റാങ്കിങ്ങിൽ ഇന്ത്യ 14ാം സ്ഥാനം നിലനിർത്തി. 163 രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭീകരവാദം ബാധിച്ച രാജ്യമായി 1ാം സ്ഥാനത്ത് ബുർക്കിന ഫാസോ എന്ന ആഫ്രിക്കൻ രാജ്യമാണ്. കുറഞ്ഞത് ഒരു ഭീകരാക്രമണമെങ്കിലും നേരിടുന്ന രാജ്യങ്ങളുടെ എണ്ണം കഴിഞ്ഞ വർഷം 58-ൽ നിന്ന് 66 ഉയർന്നു. എന്നാൽ മൊത്തത്തിലുള്ള തീവ്രവാദ സംഭവങ്ങളിലും 3% കുറവുണ്ടായിട്ടുണ്ട്. സെനഗൽ മുതൽ സുഡാൻ വരെ വ്യാപിച്ചു കിടക്കുന്ന ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ട 10 രാജ്യങ്ങളിൽ 5 സ്ഥിതി ചെയ്യുന്ന സഹേൽ മേഖലയിലാണ്. ആഗോളതലത്തിൽ തീവ്രവാദവുമായി ബന്ധപ്പെട്ട മരണങ്ങളിൽ പകുതിയിലധികവും സംഭവിച്ചത് ഇവിടെയാണെന്നാണ് ദി പ്രിന്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഭീകരതയുമായി ബന്ധപ്പെട്ട മരണങ്ങളിൽ ഏറ്റവും വലിയ വർധനവ് നൈജറിലും പാകിസ്ഥാനിലും ഉണ്ടായി. യഥാക്രമം 94%, 45% എന്നിങ്ങനെയാണിത്.